ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 10-ാം അധ്യായത്തെക്കുറിച്ചാണ്. ബൈബിളുള്ള ദയവായി തുറന്നു വെക്കുക. 2 ദിനവൃത്താന്തം 10-ാം അധ്യായം ഇസ്രായേൽ ചരിത്രത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവാണ്. ശലോമോന്റെ മരണത്തിന് ശേഷം അവന്റെ മകനായ രഹബയാം രാജാവാകുകയും ജനങ്ങൾ അദ്ദേഹത്തോട് തങ്ങളുടെ ഭാരങ്ങൾ കുറയ്ക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പരിചയസമ്പന്നരായ മൂപ്പന്മാരുടെ ഉപദേശം സ്വീകരിക്കുന്നതിന് പകരം തന്നോടൊപ്പം വളർന്ന യുവാക്കളുടെ ഉപദേശം സ്വീകരിച്ച രഹബയാം ജനങ്ങളുടെ മേൽ കൂടുതൽ കഠിനമായി പെരുമാറുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതിന്റെ ഫലമായി ഇസ്രായേൽ രാജ്യം 2ആയി പിളരുന്നു. ദാവീദിന്റെ ഭവനത്തോട് വിശ്വസ്തരായ യഹൂദയും ബെന്യാമീനും ഒരു ഭാഗത്ത് നിലകൊള്ളുമ്പോൾ മറ്റ് 10 ഗോത്രങ്ങൾ യൊരോബയാമിന്റെ നേതൃത്വത്തിൽ വടക്കൻ രാജ്യമായി മാറുന്നു. ഈ അധ്യായം വെറും രാഷ്ട്രീയ വിഭജനത്തിന്റെ ചരിത്രമല്ല. അഹങ്കാരം, തെറ്റായ ഉപദേശം, നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം, ജനങ്ങളുടെ വേദന, ദൈവത്തിന്റെ വചനത്തോടുള്ള അനുസരണം, മനുഷ്യരുടെ തീരുമാനങ്ങൾക്കിടയിലും ദൈവത്തിന്റെ പരമാധികാരം എന്നിവയെക്കുറിച്ചുള്ള ഗൗരവമേറിയ ആത്മീയ പഠനമാണ്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നാം ചിന്തിക്കുമ്പോൾ ശലോമോന്റെ ഭരണകാലത്ത് ഇസ്രായേൽ സമ്പത്തിലും ജ്ഞാനത്തിലും പ്രശസ്തിയിലും വളർന്നു. എന്നാൽ ഈ സമൃദ്ധിയുടെ പിന്നിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന കഠിനമായ തൊഴിൽ ഭാരവും നികുതി ഭാരവും നിർബന്ധിത വേലയും ഉണ്ടായിരുന്നു. ശലോമോന്റെ മരണത്തിനു ശേഷം രഹബയാം ശേഖേമിലെത്തി രാജാവാകാൻ തയ്യാറായി. അവിടെ ഇസ്രായേൽ ജനങ്ങൾ ഒന്നിച്ചുകൂടി അദ്ദേഹത്തോട് ഒരു അപേക്ഷ ഉന്നയിക്കുന്നുണ്ട്. അവർ ചോദിച്ചത്, നിന്റെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ച കഠിനമായ നുകം ലഘൂകരിക്കണമേ. ഇവിടെ ഒരു വലിയ സാമൂഹിക യാഥാർത്ഥ്യം വെളിപ്പെടുന്നുണ്ട്. പുറമേ രാജ്യം സമ്പന്നമായിരുന്നെങ്കിലും ജനങ്ങളിൽ ഒരു വിഭാഗം ആ സമൃദ്ധിയുടെ വില ഭാരമായി വഹിച്ചിരുന്നു. ഇവിടെ ജനങ്ങളുടെ അപേക്ഷ നേതൃത്വത്തോടുള്ള ഒരു ഉത്തരവാദിത്വമായിരുന്നു. യൊരോബയാം ജനങ്ങളുടെ പ്രതിനിധിയായി രഹബയാമിന്റെ മുമ്പിലെത്തി. അവൻ ജനങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തമായി അവതരിപ്പിച്ചു. അവർ രാജ്യത്വത്തെ നിരസിച്ചില്ല. അവർ ആവശ്യപ്പെട്ടത് ഭാരം കുറയ്ക്കണമെന്നാണ്. ഇവിടെ നേതൃത്വം സംബന്ധിച്ച ഒരു അടിസ്ഥാന തത്വം കാണാം. നല്ല നേതാവ് ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്നവനാണ്. നേതൃത്വം അധികാരത്തിന്റെ പ്രദർശനം മാത്രമല്ല, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുകയും അവരുടെ ആവശ്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്നതാണ്. സഭയിലും കുടുംബത്തിലും സമൂഹത്തിലും അധികാര സ്ഥാനത്തുള്ളവർ ഈ പാഠം ഗൗരവമായി സ്വീകരിക്കണം. മൂപ്പന്മാരുടെ ജ്ഞാനപൂർണമായ ഉപദേശം നമുക്കിവിടെ കാണാം. രഹബയാം ആദ്യം തന്റെ പിതാവായ ശലോമോന്റെ കാലത്ത് സേവിച്ചിരുന്ന മൂപ്പന്മാരോട് ആലോചിച്ചു. അവർ പറഞ്ഞു, ഇന്ന് നീ ഈ ജനത്തോട് നല്ലവനായി അവരെ പ്രസാദിപ്പിക്കുകയും അവരോട് സൗമ്യമായി സംസാരിക്കുകയും ചെയ്താൽ അവർ എല്ലായ്പ്പോഴും നിന്റെ ദാസന്മാരായിരിക്കും. ഇത് അത്യന്തം ആഴമുള്ള ഒരു നേതൃത്വ പാഠമാണ്. മൂപ്പന്മാർ രഹബയാമിനോട് ദുർബലനാകാൻ പറഞ്ഞില്ല. പകരം സേവനത്തിലൂടെയാണ് യഥാർത്ഥ അധികാരം ശക്തിപ്പെടുന്നത് എന്ന് അവർ പഠിപ്പിച്ചു. ജനങ്ങളുടെ ഹൃദയം നേടാൻ ഭീഷണിയേക്കാൾ സ്നേഹവും സേവനവും ഫലപ്രദമാണ്. യുവാക്കളുടെ ഉപദേശം അധികാരത്തിന്റെ തെറ്റായ ധാരണയെ കാണിക്കുന്നു. എന്നാൽ രഹബയാം മൂപ്പന്മാരുടെ ഉപദേശം നിരസിച്ചു. തന്റെ കൂടെ വളർന്ന യുവാക്കളോട് അദ്ദേഹം ആലോചിച്ചു. അവർ അവനോട് കൂടുതൽ കഠിനമായ മറുപടി നൽകാൻ ഉപദേശിച്ചു. അവരുടെ ചിന്ത ഇങ്ങനെയായിരുന്നു, എന്റെ പിതാവ് നിങ്ങളിൽ വെച്ച നുകം ഞാൻ കൂടുതൽ ഭാരമുള്ളതാക്കും. ഇവിടെ നേതൃത്വത്തിന്റെ അപകടകരമായ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ജനങ്ങൾ എന്നെ ഭയക്കണം, അപ്പോൾ മാത്രമേ എൻ്റെ അധികാരം നിലനിൽക്കൂ. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് അതിൻ്റെ വിപരീതമാണ്. ഭയത്തിലൂടെ നേടുന്ന അനുസരണം താൽക്കാലികമാണ്. സ്നേഹത്തിലൂടെ നേടുന്ന വിശ്വാസമാണ് സ്ഥിരമായത്. അനുഭവത്തെ അവഗണിച്ച ഒരു തീരുമാനമായി മാറുന്നു. രഹബയാമിന്റെ ഏറ്റവും വലിയ തെറ്റ് തെറ്റായ ഉപദേശം കേട്ടതിൽ മാത്രമല്ല,
ശരിയായ ഉപദേശം കേട്ടിട്ടും അത് നിരസിച്ചതിലാണ്. അവന് 2 തരത്തിലുള്ള ഉപദേശം ലഭിച്ചു. പരിചയവും ജീവിതജ്ഞാനവുമുള്ള മൂപ്പന്മാരുടെ ഉപദേശം, അധികാരത്തിൻ്റെ ശക്തി പ്രകടമാക്കണമെന്ന് പറഞ്ഞ യുവാക്കളുടെ ഉപദേശം. അവൻ രണ്ടാമത്തേതാണ് തിരഞ്ഞെടുത്തത്. ഇവിടെ ഒരു ആത്മീയ മുന്നറിയിപ്പുണ്ട്. നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഉപദേശം മാത്രമല്ല, കേൾക്കേണ്ട ഉപദേശവും സ്വീകരിക്കണം. നമ്മുടെ തീരുമാനങ്ങളെ വിമർശിക്കുന്നവരുടെ വാക്കുകൾ പോലും ചിലപ്പോൾ ദൈവം നൽകുന്ന സംരക്ഷണമാകാം. എൻ്റെ പിതാവ് നിങ്ങളുടെ നുകം ഭാരമാക്കി, ഞാൻ അതിലും ഭാരമാക്കുമെന്ന് രെഹബയാമിൻ്റെ മറുപടി വേദനയെ മനസ്സിലാക്കാത്ത അധികാര ഭാവമാണ് പ്രകടിപ്പിച്ചത്. ഒരു നേതാവിൻ്റെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ഒരു വാക്ക് ഹൃദയം സുഖപ്പെടുത്താം, ബന്ധം പുനഃസ്ഥാപിപ്പിക്കാം, പ്രത്യാശ നൽകാം. അതേസമയം ഒരു വാക്ക് ഹൃദയം തകർക്കാം, ബന്ധം നശിപ്പിക്കാം, സമൂഹത്തെ വിഭജിക്കാം. അതുകൊണ്ട് നേതൃത്വത്തിൽ സംസാരിക്കുന്ന വാക്കുകൾക്കും ആത്മീയ ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ രാജ്യം പിളരുകയാണ്. രെഹബയാം ജനങ്ങളുടെ അപേക്ഷ നിരസിച്ചതോടെ ഇസ്രായേൽ രാജ്യം പിളർന്നു. യെരോബയാമിന്റെ നേതൃത്വത്തിൽ 10 ഗോത്രങ്ങൾ വേർപിരിഞ്ഞു. യഹൂദ രാജവംശത്തോട് പ്രധാനമായും യഹൂദയും ബെന്യാമീനും ചേർന്ന് നിന്നു. ഇങ്ങനെ തെക്കൻ രാജ്യം യഹൂദയുടെ നേതൃത്വത്തിൽ ദാവീദിന്റെ രാജവംശം തുടർന്നു. വടക്കൻ രാജ്യം ഇസ്രായേൽ. 10 ഗോത്രങ്ങൾ യെരോബയാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക രാജ്യമായി. ഇത് ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആത്മീയ വിഭജനമായി മാറി. മനുഷ്യരുടെ തെറ്റുകൾക്കിടയിലും ദൈവത്തിന്റെ പദ്ധതി നമുക്ക് കാണാം. അധ്യായത്തിലെ അത്യന്തം പ്രധാനപ്പെട്ട വാക്യമാണ് 15-ാമത്തെ വാക്യം. ദിനവൃത്താന്തകാരൻ പറയുന്നു, രാജാവ് ജനത്തിന്റെ വാക്ക് കേട്ടില്ല. യഹോവയുടെ വചനം നിവർത്തിക്കേണ്ടതിന് ദൈവം അങ്ങനെ വരുത്തിയതായിരുന്നു. ഇവിടെ ദൈവത്തിന്റെ പരമാധികാരത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. രെഹബയാമിന്റെ തീരുമാനം തെറ്റായിരുന്നു. ജനങ്ങളുടെ വേദന യാഥാർത്ഥ്യമായിരുന്നു. എന്നാൽ അതിനിടയിലും ദൈവം തന്റെ വാഗ്ദത്തവും പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോയി. ഇത് മനുഷ്യന്റെ തെറ്റുകൾ ദൈവം അംഗീകരിക്കുന്നു എന്നല്ല, പകരം മനുഷ്യന്റെ തെറ്റുകൾ പോലും ദൈവത്തിന്റെ പരമാധികാരത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. നേതൃത്വത്തിലെ അഹങ്കാരത്തിന്റെ അപകടത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ രെഹബയാമിന്റെ പ്രശ്നത്തിന്റെ വേരിൽ അഹങ്കാരമുണ്ടായിരുന്നു. അവൻ ചിന്തിച്ചത്, ഞാൻ രാജാവാണ്, അതിനാൽ എൻ്റെ ശക്തി ജനങ്ങൾ അംഗീകരിക്കണം. എന്നാൽ യഥാർത്ഥ ബൈബിൾ മറ്റൊരു മാതൃകയാണ് അവതരിപ്പിക്കുന്നത്. യേശു പറഞ്ഞത്, നിങ്ങളിൽ വലിയവനാവാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ക്രിസ്തീയ നേതൃത്വത്തിന്റെ ശക്തി അധികാരത്തിലല്ല, സേവനത്തിലാണ്. ശുശ്രൂഷകനായ നേതൃത്വം. രെഹബയാമിന്റെ പരാജയത്തെ യേശുവിൻ്റെ നേതൃത്വ മാതൃകയുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം നമുക്ക് കാണാം. രെഹബയാം ചോദിച്ചു, ജനങ്ങളെ എങ്ങനെ എന്നെ അനുസരിപ്പിക്കും? യേശു പഠിപ്പിച്ചു, ഞാൻ എങ്ങനെ അവരെ സേവിക്കും? ഇതാണ് ലൗകിക നേതൃത്വവും ക്രിസ്തീയ നേതൃത്വവും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം. യേശു തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. അതിലൂടെ അധികാരത്തിന്റെ പുതിയ നിർവചനവും നൽകി. നേതാവ് മുകളിൽ നിൽക്കുന്നവനല്ല, മറ്റുള്ളവരെ ഉയർത്തുന്നവനാണ്. ഇവിടെ സഭയ്ക്കുള്ള മുന്നറിയിപ്പ് എന്തെന്നാൽ 2 ദിനവൃത്താന്തം 10-ാം അധ്യായം സഭാ നേതൃത്വത്തിനും വളരെ പ്രസക്തമാണ്. സഭയിൽ പുരോഹിതന്മാർ, ശുശ്രൂഷകർ, കമ്മിറ്റി അംഗങ്ങൾ, യുവജന നേതാക്കൾ, കുടുംബ നേതാക്കൾ എല്ലാവരും അധികാരം ലഭിച്ചപ്പോൾ ഈ അധ്യായത്തിലെ പാഠം ഓർക്കണം. സഭയിലെ നേതൃത്വം ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള അധികാരമല്ല, ജനങ്ങളെ ദൈവത്തോട് അടുപ്പിക്കാനുള്ള ശുശ്രൂഷയാണ്. നേതൃത്വം കഠിനമാകുമ്പോൾ ആളുകൾ അകന്നുപോകും. സ്നേഹവും നീതിയും വിനയവുമുള്ള നേതൃത്വം ആളുകളെ ഒന്നിപ്പിക്കും. തലമുറകളുടെ ജ്ഞാനത്തെ ബഹുമാനിക്കുക.
ഈ അധ്യായത്തിലെ മറ്റൊരു പ്രധാന പാഠം തലമുറകളുടെ ബന്ധത്തെക്കുറിച്ചാണ്. രെഹബയാം യുവാക്കളെ കേൾക്കരുത് എന്നല്ല ഈ അധ്യായം പറയുന്നത്. എന്നാൽ അനുഭവത്തിൻ്റെ ജ്ഞാനം അവഗണിക്കുന്നത് അപകടകരമാണ് എന്ന് പഠിപ്പിക്കുന്നു. സഭയിൽ യുവാക്കളുടെ ഊർജവും മുതിർന്നവരുടെ അനുഭവവും ഒരുമിച്ച് പ്രവർത്തിക്കണം. മുതിർന്നവർ ജ്ഞാനം നൽകണം, യുവാക്കൾ പുതിയ കാഴ്ചപ്പാട് നൽകണം. ഇരുവരും ദൈവവചനത്തിൻ്റെ കീഴിൽ ഒന്നിക്കുകയും വേണം. വിഭജനം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഇസ്രായേലിൻ്റെ വിഭജനം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. അതിൻ്റെ പിന്നിൽ വർഷങ്ങളായി വളർന്നിരുന്ന അസന്തോഷം, സാമ്പത്തിക ഭാരം, അധികാര കേന്ദ്രീകരണം, ജനങ്ങളുടെ വേദന എന്നിവ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും വലിയ വിഭജനങ്ങൾ പലപ്പോഴും ചെറിയ അവഗണനകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു ചെറിയ വേദന പരിഹരിക്കാതെ വിട്ടാൽ അത് വലിയ മുറിവായി മാറാം. അതുകൊണ്ട് പ്രശ്നം വലുതാകുന്നതിന് മുമ്പ് സംസാരിക്കുക, ബന്ധം തകരുന്നതിന് മുമ്പ് കേൾക്കുക, വിഭജനം ഉണ്ടാകുന്നതിന് മുമ്പ് സ്നേഹത്തോടെ ഇടപെടുക. ക്രിസ്തുവിൽ വിഭജനത്തിന് പകരം ഐക്യത്തെ നമുക്ക് കാണാൻ കഴിയും. 2 ദിനവൃത്താന്തം 10-ാം അധ്യായം നമ്മെ വിഭജനത്തിന്റെ വേദന കാണിക്കുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഐക്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം കാണുന്നു. ക്രിസ്തീയ സഭയുടെ വിളി വിഭജിക്കപ്പെടുക എന്നതല്ല, ക്രിസ്തുവിൽ ഒന്നാവുക എന്നാണ്. അതുകൊണ്ട് സഭയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അധികാര മത്സരം നടത്താതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പരസ്പരം കേൾക്കുകയും ക്ഷമിക്കുകയും പുനഃസ്ഥാപിക്കുകയും വേണം. ഇന്നത്തെ സഭയ്ക്കുള്ള അറിയിപ്പ് എന്തെന്നാൽ കേൾക്കുന്ന നേതൃത്വം വളർത്തുക. നേതാവ് സംസാരിക്കുന്നവൻ മാത്രമല്ല, കേൾക്കുന്നവനുമാണ്. ജനങ്ങളുടെ വേദനയും ആശങ്കകളും ആവശ്യങ്ങളും മനസ്സിലാക്കുവാൻ സമയം നൽകണം. അഹങ്കാരം ഒഴിവാക്കുക. സ്ഥാനം ലഭിച്ചതുകൊണ്ട് ഒരാൾ മറ്റുള്ളവരെക്കാൾ വലിയവനാകുന്നില്ല. സ്ഥാനത്തേക്കാൾ വലിയതാണ് ഉത്തരവാദിത്വം. നല്ല ഉപദേശത്തെ സ്വീകരിക്കുക. നമ്മോട് യോജിക്കുന്നവരിൽ നിന്നും മാത്രം ഉപദേശം സ്വീകരിക്കരുത്. സത്യസന്ധമായി തിരുത്തുന്നവരെയും കേൾക്കണം. വാക്കുകളിൽ ജാഗ്രത പാലിക്കുക. നേതാവിൻ്റെ ഒരു തെറ്റായ വാക്ക് വർഷങ്ങളായി പണിത ബന്ധത്തെ തകർക്കുവാൻ ഇടയാകും. ഭാരങ്ങളെ കുറയ്ക്കുന്ന നേതൃത്വമായിരിക്കണം. ക്രിസ്തീയ നേതൃത്വം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഭാരങ്ങൾ ചേർക്കുന്നതല്ല, അവരുടെ ഭാരങ്ങൾ വഹിക്കാൻ സഹായിക്കുന്നതാണ്. ഐക്യം സംരക്ഷിക്കുക. വിഭജനം എളുപ്പമാണ്. ഐക്യം സംരക്ഷിക്കാൻ ക്ഷമയും സ്നേഹവും വിനയവും ആവശ്യമാണ്. ഇവിടെ കുടുംബത്തിനോടുള്ള അറിയിപ്പ് എന്തെന്നാൽ ഈ അധ്യായം കുടുംബജീവിതത്തിനും ബാധകമാണ്. മാതാപിതാക്കൾ കുട്ടികളെ നിയന്ത്രിക്കാൻ മാത്രം ശ്രമിച്ചാൽ അവർ അകന്നുപോകും. ഭർത്താവ് ഭാര്യയുടെ വാക്കുകൾ കേൾക്കാതിരുന്നാൽ ബന്ധത്തിൽ അകലമുണ്ടാകും. മക്കളുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായി അവഗണിച്ചാൽ തലമുറകൾ തമ്മിൽ വിടവുണ്ടാകും. അതുകൊണ്ട് കുടുംബത്തിലെ നേതൃത്വം എന്നത് ആജ്ഞാപിക്കുന്ന നേതൃത്വമല്ല, കേൾക്കുന്ന നേതൃത്വമായിരിക്കണം. ഇവിടെ നാം നമ്മെ തന്നെ ഒന്ന് വ്യക്തിപരമായി പരിശോധിക്കുകയാണെങ്കിൽ ഈ അധ്യായം നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടോ? എനിക്ക് എതിരഭിപ്രായം പറയുന്നവരെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടോ? എൻ്റെ തീരുമാനങ്ങളിൽ അഹങ്കാരം പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ മറ്റുള്ളവരുടെ ഭാരങ്ങൾ കുറയ്ക്കുന്ന വ്യക്തിയാണോ? എൻ്റെ വാക്കുകൾ ആളുകളെ ഒന്നിപ്പിക്കുകയാണോ വിഭജിക്കുകയാണോ? എൻ്റെ നേതൃത്വത്തിൽ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഭാവമുണ്ടോ? എൻ്റെ കുടുംബത്തിലും സഭയിലും ഐക്യം വളർത്താൻ ഞാൻ എന്തു ചെയ്യുന്നു? 2 ദിനവൃത്താന്തം 10-ാം അധ്യായം ഒരു രാജ്യം എങ്ങനെ വിഭജിക്കപ്പെട്ടു എന്ന ചരിത്രം മാത്രമല്ല, തെറ്റായ നേതൃത്വം എങ്ങനെ വലിയ വിഭജനത്തിലേക്ക് നയിക്കുന്നു എന്നതിൻ്റെ ശക്തമായ മുന്നറിയിപ്പാണ്. രെഹബയാമിൻ്റെ പരാജയം അവൻ്റെ അധികാരക്കുറവ് കൊണ്ടല്ല, അവൻ കേൾക്കാൻ തയ്യാറായില്ല എന്നതുകൊണ്ടാണ്. മൂപ്പന്മാരുടെ ജ്ഞാനപൂർണമായ ഉപദേശം അവഗണിക്കുകയും അഹങ്കാരപൂർണമായ ഉപദേശം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ വാക്കുകൾ രാജ്യത്തിൻ്റെ വിഭജനത്തിന് കാരണമായി.
ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു നേതാവിന്റെ യഥാർത്ഥ ശക്തി തന്റെ അധികാരം പ്രകടിപ്പിക്കുന്നതിലല്ല, മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കുന്നതിലും അവരുടെ ഭാരങ്ങൾ മനസ്സിലാക്കുന്നതിലും അവരെ സേവിക്കുന്നതിലുമാണ്. ക്രിസ്തുവിൽ നാം കാണുന്ന നേതൃത്വം ഇതിന് പൂർണ്ണമായി വിരുദ്ധമാണ്. യേശു അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ കീഴടക്കിയില്ല, സ്നേഹത്തിലൂടെയും സേവനത്തിലൂടെയും അവരെ ഉയർത്തി. അതുകൊണ്ട് 2 ദിനവൃത്താന്തം 10-ാം അധ്യായത്തിന്റെ കേന്ദ്ര സന്ദേശം ഇതാണ്: അഹങ്കാരമുള്ള നേതൃത്വം വിഭജനം സൃഷ്ടിക്കുന്നു, വിനയമുള്ള നേതൃത്വം ഐക്യം സൃഷ്ടിക്കുന്നു. മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കുകയും അവരുടെ ഭാരങ്ങൾ കുറയ്ക്കുകയും സേവന മനസ്സോടെ നേതൃത്വം നൽകുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ദൈവിക നേതൃത്വം വെളിപ്പെടുന്നത്. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.